അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയരെ, ഇന്ന് നമുക്ക് ഖുൽ അഊദു ബിറബ്ബിൻ നാസിലെ നാസ് എന്ന പദത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. എന്തേ 5 തവണ നാസ് എന്ന് വന്നത്? ഇതിനെല്ലാം ഒരേ അർത്ഥമാണോ? മനുഷ്യർ എന്ന അർത്ഥമാണോ? പണ്ഡിതന്മാർ പ്രത്യേക അർത്ഥതലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ നാസ്, മനുഷ്യർ എന്നതുകൊണ്ട് കുട്ടികളാണത്ര ഉദ്ദേശം. എന്തേ? ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മനുഷ്യരുടെ പരിപാലകനെ റബ്ബ്. പരിപാലനം കൂടുതൽ ആവശ്യമുള്ളത് കുട്ടികൾക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ നാസ്, മനുഷ്യർ എന്നതുകൊണ്ട് ഉദ്ദേശം കുട്ടികളാണത്രേ. ഇലാഹിന്നാസ്, മനുഷ്യരുടെ രാജാവേ. ആ മലിക്ക് എന്ന പദം സൂചന നൽകുന്നുണ്ട്. രണ്ടാമത് വന്ന മനുഷ്യർ, മലിക്കിന്നാസ്, നാസ് കൊണ്ടുള്ള വിവക്ഷ യുവാക്കളാണത്രേ. കാരണം ഈ കിങ്ഷിപ്പ്, രാഷ്ട്രീയം അല്ലെങ്കിൽ ഭരണം, ഇതുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് യുവാക്കൾ. ഇനി മൂന്നാമത്തെ നാസ്, മനുഷ്യർ കൊണ്ടുള്ള വിവക്ഷ എന്താ? ഇലാഹിന്നാസ്, മനുഷ്യരുടെ ആരാധ്യനെ. ഈ നാസ് കൊണ്ട് ഉദ്ദേശം വയസ്സായ ആളുകളാണത്രേ. കാരണം ഇബാദത്തിലേക്കെല്ലാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വയസ്സായ ആളുകളാണല്ലോ സാധാരണഗതിയിൽ. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഇങ്ങനെയുള്ള രക്ഷിതാവേ, നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, മനുഷ്യരുടെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുകയും പിന്നെ അള്ളാഹുവിനെ ഓർത്താൽ ഓടിക്കളയുകയും ചെയ്യുന്ന പിശാചിൽ നിന്ന്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, എങ്ങനത്തെ പിശാച്? മനുഷ്യരുടെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കും. ഇവിടെ മനുഷ്യർ കൊണ്ട് ഉദ്ദേശം സജ്ജനങ്ങളാ. കാരണം പിശാചിന് ദുർബോധനം നൽകേണ്ടത് നല്ല ആളുകൾക്കാണല്ലോ. അങ്ങനത്തെ പിശാചിൽ നിന്ന് നിന്നോട് കാവലിനെ തേടുന്നു. ആ പിശാച് ഏത് വകുപ്പിൽ നിന്നുള്ള പിശാച്? മിനൽ ജിന്നത്തി, ജിന്ന് വകുപ്പിൽ നിന്നും, വന്നാസ്, മനുഷ്യ വകുപ്പിൽ നിന്നും. അപ്പൊ 5ാമത്തെ നാസ് കൊണ്ട് ഉദ്ദേശം മോശമായ ആളുകൾ, ചീത്ത ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് നമ്മുടെ ആഖിറം വെളിച്ചമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്നതും പറയുന്നതും സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.